വയ്യാത്ത വിദ്ധൻ എന്ന ഞാൻ എഴുതിയ ചെറുകഥയാണ് ഇവിടെ പറയുന്നത്. പുറത്തുള്ള ശബ്ദം ഉച്ചത്തിൽ ജനാലക്കരികിൽ കേൾക്കുകയാണ്. ആളില്ലേ ആളില്ലേ എന്നാരോ വിളിക്കുകയാണ്. സിമിയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തു വന്നാൽ പറയുക. അവൾ പുറത്ത് മറ്റെന്തോ ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ? അയാൾ, വല്ലതും തരണേ. അയ്യോ പോറ്റി, ഒന്നുമില്ലല്ലോ. എന്നിട്ട് ഞാൻ ഇപ്പോൾ വരാം ഓടിച്ചെന്ന് ബാഗിൽ നിന്ന് കിട്ടിയ ആകെ 5 രൂപ എടുത്തു. എന്നിട്ട് കയ്യിൽ കൊടുത്തു. കുശലം തിരക്കി. എന്നെ കണ്ടതും പട്ടിയുടെ കുരിയും നിർത്തി. എന്നിട്ട് അവളെക്കുറിച്ചും പറഞ്ഞു. നമ്മളും പാവങ്ങളാണ് പോറ്റി. ആ പോറ്റി അപ്പോൾ പറഞ്ഞു, മോളെ, അവർക്ക് നമ്മളെപ്പോലെയുള്ളവരെ കഷ്ടതയറിയും. അയാളുടെ സ്ഥലം, വീട്ടിലെ കാര്യം ഒക്കെയും പറഞ്ഞു. ശരി മോളെ എന്ന് പറഞ്ഞു അടുത്ത വീട്ടിൽ പോയി. അവിടെ ആൻറ്റി ധർമ്മശാലിയാണ്. അവർ കൊടുത്തതും വാങ്ങി പോയി. പിന്നെ ആ വരവ് ഇങ്ങനെ പതിവായി. ഞാൻ ഇല്ലാത്തപ്പോഴും വരാൻ തുടങ്ങി. പക്ഷെ അന്ന് വെറും കയ്യോടെയാക്കും മടങ്ങും. അമ്മ കാണില്ല, ഞങ്ങളും. അടുത്ത ആഴ്ച പറയും, ഞാൻ വന്നിരുന്നു, മോളില്ലായിരുന്നു, ഇന്നലെ ഒന്നും കിട്ടിയില്ല. മോളോട് വാങ്ങിച്ചിട്ടാ ഞാൻ വേറെ വീട്ടിൽ പോവുക. ദൈവം നിനക്ക് നല്ലത് തരും. ഒരു നാൾ വരുമ്പോൾ അമ്മ കണ്ട് പരിചയമായി. എന്നെക്കുറിച്ച് പറഞ്ഞു. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മ, നീയാണ് ഈ ഭിക്ഷക്കാരെ കാശ് കൊടുത്ത് വഷളാക്കണല്ലേ? അതാ സിനി ഒറ്റയ്ക്കിരിക്കുമ്പോൾ പറഞ്ഞത്. അവർക്കിവരെ പേടിയാ. നമ്മൾ നിൽക്കണ ദിവസം വരാൻ പറയണം കേട്ടോ. ഞാനത് സമ്മതിച്ചു. അടുത്ത് പിന്നെ വരുന്ന ദിവസം ഞാൻ പറഞ്ഞു, പോറ്റി, ഇനി അവധി ദിവസം വരണം കേട്ടോ. അതേപടി അനുസരിച്ചു. പിന്നെ എല്ലാ ഞായറാഴ്ചയും വരും. വന്നാൽ കുശലം തിരക്കിയാകും പോവുക. ഭക്ഷണമൊന്നും കൊടുത്താൽ വാങ്ങില്ല. പക്ഷേ അയൽക്കാരൻ കൊടുക്കുന്ന തേങ്ങ ഞങ്ങളുടെ വീട്ടിൽ തന്ന് കാശ് വാങ്ങിയാകും പോവുക. അയാൾ ചോദിക്കണത് കൊടുക്കണം. അത് കൊടുത്താണ് വരെ തലയിൽ ചൊറിഞ്ഞ ഒരു നിൽപ്പാണ്. ഭാര്യ കിടപ്പിലാണ്. മക്കളാരും നോക്കില്ല. 2 പേരുടെ ഉപജീവനം കഴിയാനാണ് വേണ്ടിയാണ് മോളെ അപ്പൂപ്പൻ ഇങ്ങനെ വരണത്. എൻ്റെ മനസ്സിൽ ഒരു നാൾ വീട് തിരക്കി പോയാലോ എന്ന് തോന്നി. പക്ഷേ പോയില്ല എന്ന് മാത്രമല്ല, പെട്ടെന്നൊരു ദിവസം വന്ന് പറഞ്ഞു, മോളെ, അപ്പൂപ്പൻ ഇനി ഇങ്ങനെ വരില്ല കേട്ടോ. നടക്കാൻ ഒട്ടും ആകണില്ല, കാലാകെ നീരാ മോളെ. ഞാൻ പറഞ്ഞു, ദൈവം തുണയ്ക്കും പോറ്റി, സമാധാനമായി പോവുക. ദിവസങ്ങൾ പോയി കഴിഞ്ഞു. പറഞ്ഞ പോലെ അയാൾ വരാതായി. അടുത്തുള്ള ഒരാൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ വരണ ആ പാപ്പുകൻ മരിച്ചുപോയി. രോഗം കൂടി എണീക്കാനാകാണ്ട് കിടന്നു മരിച്ചു. അയ്യോ, എൻ്റെ മനസ്സിൽ ഞാനിനി ആർക്കാണ് ഈ തുക നൽകാം? പണ്ടൊരു അമ്മമ്മ വരും. ഇതുപോലെ പതിവായി. അവരും ഇതുപോലെ പോയി. അതിനുശേഷമായി ഈ അപ്പൂപ്പൻ. അയാളും ദേ പോയി. പേരും വീടും അറിയേല. അപ്പൂപ്പൻ ഒരിക്കൽ തൻ്റെ ജോലി ശമ്പളം വാങ്ങി ഒരു തുണി എടുത്തു കൊടുക്കാൻ അയച്ചു. നടന്നില്ലല്ലോ. അയാൾ വീട് കണ്ടെത്താനോ മരിച്ചപ്പോൾ അവസാനമായി ആ മുഖം കാണാനുമായില്ല. അത്രയ്ക്ക് സ്നേഹമുള്ളയാളാ. അപ്പോൾ മക്കളോട് എത്ര സ്നേഹമായിരുന്നിരിക്കണം, മനസ്സിൽ പറഞ്ഞു. എന്നിട്ടും എന്താണ് അവിടെ മക്കൾ ഈ അപ്പൂപ്പനെ നോക്കാത്തത്? നല്ല മനസ്സുള്ളവരെ ദൈവം പെട്ടെന്ന് വിളിക്കും. ദൈവത്തിന് വേണം. കാരണം അത്ര വയസ്സായിട്ടില്ല. അതിനേക്കാൾ പ്രായമുള്ളവരൊക്കെ ജീവിച്ചിരിക്കുകയാണ് വീടിന് നടയിൽ. എത്തിയാലും ദൈവമേ എന്ന് വിളിച്ചാകും വരിക. പക്ഷെ കൊടുക്കണ നേരത്തേക്കാൾ കുറഞ്ഞ മുഖം കറക്കും. തലയിൽ ഒന്നുകൂടെ ചൊറിഞ്ഞ് നിൽക്കുക. എന്നിട്ട് തനിയെ പറഞ്ഞിട്ടാകും പോവുക. എന്നാലും ഇത്ര സ്നേഹം കാട്ടിയ ആളുടെ പേര് കേൾക്കാനായില്ല. ഇനി എന്തിനാണ് ആ പേരറിഞ്ഞിട്ട്? അയാൾ പോയി മറിഞ്ഞില്ലേ? ചിലർ നമ്മോട് കൈനീട്ടുന്നത് കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ്. കാരണം പ്രായമാകുമ്പോൾ അവർക്ക് ആശ്രയം അത് പെൺമക്കളോ ആൺമക്കളോ ആകാം. പലരും ഭാര്യയോ ഭർത്താവോ തിരിഞ്ഞു നോക്കാൻ പോലും വിടാറില്ല. അങ്ങനെയാകുമ്പോൾ ഉപജീവനത്തിനായി പലരും അന്യരുടെ മുന്നിൽ കൈ നീട്ടുന്നതാണ്. നമ്മുടെ മുതിർന്ന അച്ഛനമ്മമാരെ അന്യരുടെ മുന്നിൽ കൈനീട്ടി യാചിക്കാൻ വിടാതിരിക്കാൻ ശ്രമിക്കുക. അത് കൊടുക്കുന്ന നമ്മൾക്ക് അവരോട് സഹതാപം ഉണ്ടാകും. പക്ഷേ അത് കൈനീട്ടി വാങ്ങുമ്പോൾ അവരുടെ മനസ്സറിയാതെ എത്ര വിങ്ങുന്നുണ്ടാകും എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ അവരോട് കരുണ കാട്ടണം. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്.